ഹായ് മക്കളെ, നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണോ? ഈ പറയുന്ന 5 കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് മക്കളെ നിങ്ങളുടെ ശത്രുക്കളുടെ ആവശ്യം ചിലപ്പോൾ ഉണ്ടാവില്ല. ചില സമയത്ത് നിങ്ങൾ അറിയാതെ ചെയ്യുന്ന ചില കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിനെ പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, രാവിലെ എഴുന്നേൽക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കും, പക്ഷേ വീണ്ടും കിടന്നുറങ്ങും. ചിലപ്പോൾ നിങ്ങളൊരു ഗോള് സെറ്റ് ചെയ്യും. ആ ഗോള് തുടങ്ങാൻ നിങ്ങൾക്ക് വളരെയധികം പേടിയായിരിക്കും. ചിലപ്പോൾ നിങ്ങളത് തുടങ്ങും, പക്ഷെ കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ ആ ഗോളിന് വേണ്ടി വർക്ക് ചെയ്യും. അതിനുശേഷം നിങ്ങൾ ആ ശ്രമം തന്നെ ഉപേക്ഷിക്കും. മറ്റുള്ളവരുടെ ജീവിതം നോക്കിയിട്ട് അവരുടെ ലൈഫിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്, എനിക്ക് എന്റെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് ആലോചിച്ച് പലപ്പോഴും സ്വന്തം ജീവിതത്തെ വെറുക്കുന്ന ഒരവസ്ഥ. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ എന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും വരുന്നില്ലല്ലോ എന്ന് സ്വയം ചോദിക്കുന്ന ഒരവസ്ഥ. മക്കളെ, ഇന്ന് ഞാൻ പറയുന്ന 5 കാര്യങ്ങളിൽ ഒരെണ്ണമെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു നിങ്ങളുടെ ശീലങ്ങളാകാനുള്ള സാധ്യതയുണ്ട്. ഹായ്, ഞാൻ സുജ ആർ മോഹൻ, മൈൻഡ് പവർ ട്രെയിനർ, സെലിബ്രിറ്റി കോച്ച് ആൻഡ് ബിസിനസ് കോച്ച്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലരും എന്റെ ജീവിതത്തിൽ ഞാനൊരു ഭാഗ്യമില്ലാത്ത വ്യക്തിയാണ്, അല്ലെങ്കിൽ ഞാനൊരു ഭാഗ്യമില്ലാത്ത വ്യക്തിയാണ്, എനിക്ക് അവസരങ്ങൾ കിട്ടുന്നില്ല, എനിക്കൊരു സപ്പോർട്ടില്ല, എന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും വരുന്നില്ല, ഇങ്ങനെ നിരന്തരം പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, എന്റെ ജീവിതം മാറാനായിട്ട് ഞാൻ ദിവസവും എന്തെങ്കിലും ആക്ഷൻ എടുക്കുന്നുണ്ടോ? നമ്മുടെ ലൈഫിനെ തന്നെ നശിപ്പിക്കുന്ന 5 സാബോട്ടാഷിംഗ് ഹാബിറ്റ്സിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എല്ലാം നാളത്തേക്ക് മാറ്റി വെക്കുന്നത്. പലരും നാളെ ചെയ്യാം, പഠിക്കണമെങ്കിൽ നാളെ പഠിക്കാം, ബിസിനസ് നാളെ തുടങ്ങാം, പുസ്തകം വായിക്കണമെങ്കിൽ നാളെ മുതൽ വായിച്ചു തുടങ്ങാം, എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കണമെങ്കിൽ എപ്പം സാഹചര്യം അനുകൂലമല്ല, നാളെ നോക്കാം. അപ്പൊ ഈ നാളെ നീളെ ഈ നാളെ ഒരിക്കലും ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ സ്വപ്നം എപ്പോ നടക്കും? എനിക്ക് സമയം കിട്ടുന്നില്ല എന്ന് പറയരുത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സമയമില്ലാത്തത് കൊണ്ടല്ല മക്കളെ, നിങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് സമയം മാറ്റിവെക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ കാര്യം. ശരിയല്ലേ? രണ്ടാമത്തത്, മറ്റുള്ളവരുമായിട്ട് നിരന്തരം താരതമ്യം ചെയ്യുന്നത്. ഇൻസ്റ്റഗ്രാം തുറന്നു നോക്കുമ്പോൾ നിങ്ങളുടെ ഒരു സുഹൃത്ത്, അവള് വിദേശത്ത് സെറ്റിലായി, ഒരു പുതിയ ലക്ഷറി കാർ വാങ്ങി, അവളൊരു പുതിയ ബിസിനസ് തുടങ്ങി, അവൾക്ക് പ്രൊമോഷൻ കിട്ടി, വളരെ സുന്ദരിയായിരിക്കുന്നു. അപ്പോ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ എനിക്ക് അതൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു ചിന്ത. നമ്മൾ അവരുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ലൈഫില് ഏറ്റവും അവരെല്ലാ കാര്യങ്ങളും എന്താ പറയാ, ചിലപ്പം അവരുടെ ഇൻസ്റ്റാഗ്രാം റീൽസിലോ ഫേസ്ബുക്ക് പോസ്റ്റിലോ ഒന്നും കാണിക്കണമെന്നില്ല. അവര് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ അതിൽ കാണുന്നത്. അപ്പൊ അവരുടെ എന്താ പറയാ, ലൈഫിലെ ആ സക്സസ് കാണുമ്പോൾ പലർക്കും തോന്നും, എന്റെ ലൈഫിൽ അതൊന്നും ഇല്ലല്ലോ എന്ന്. നമുക്ക് അവരുടെ സ്ട്രഗിൾ അറിയില്ല. അവരുടെ ലൈഫിലും ഒരുപാട് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, ഒരുപാട് ഉറക്കമില്ലാത്ത രാത്രികളും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ കാണുന്ന അവരുടെ റിസൾട്ട് മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരോട് മത്സരിക്കുന്നത് നിർത്തിയിട്ട് നമ്മൾ ഇന്നലത്തെ നമ്മളുമായിട്ട് നമ്മളെ കമ്പാരിസൺ ചെയ്ത് നോക്കുക. ഇന്നലത്തെക്കാൾ നമ്മൾ ഇന്ന് ഇംപ്രൂവ് ആകുന്നുണ്ടോ എന്ന് നോക്കാം. മൂന്നാമത്തെ ശീലം എന്ന് പറയുന്നത്, തെറ്റായ ആളുകളുടെ അഭിപ്രായത്തിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് നിങ്ങളൊരു പുതിയ സ്വപ്നം ആരോടെങ്കിലും പറയാണ്, അപ്പൊ അവര് പറയാണ്, ഓ, ഈ ബിസിനസ് തുടങ്ങാൻ ഇതൊന്നും നിന്നെ കൊണ്ട് പറ്റില്ല, നിങ്ങൾ ഈ തുടങ്ങാൻ പോകുന്ന ബിസിനസ് വളരെ റിസ്ക് ഉള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങും, നിന്റെയൊക്കെ വീഡിയോ ആര് കാണാനാ, അല്ലെ? നിങ്ങളൊരു കരിയറിലേക്ക് മാറാൻ നോക്കുമ്പോയോ എന്തിനാ ഈ റിസ്ക് എടുക്കാൻ പോകുന്നത്? മറ്റു പലരും ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ തന്നെ ഉപേക്ഷിക്കും, അല്ലെ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ലൈഫിൽ നമ്മുടെ നന്മ ആഗ്രഹിക്കാത്ത ഇങ്ങനെയുള്ള ആളുകൾ പറയുന്ന അഭിപ്രായങ്ങൾക്ക് നമ്മൾ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? നമ്മുടെ ജീവിതത്തിലെ ഫൈനൽ ഡിസിഷൻ എപ്പോഴും നമ്മുടേതായിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്,
നിങ്ങൾ സ്വയം നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നത്. അതായത് നിങ്ങൾ മറ്റുള്ളവരോടൊക്കെ സ്നേഹത്തോട് സംസാരിക്കും, പക്ഷേ സ്വയം നിങ്ങളോട് എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും പറ്റില്ല, ഞാൻ ഭാഗ്യമില്ലാത്ത വ്യക്തിയാണ്, ഞാൻ സുന്ദരനല്ല അല്ലെങ്കിൽ സുന്ദരിയല്ല, എനിക്ക് കഴിവില്ല, എനിക്ക് ജീവിതം ഒരിക്കലും എന്റെ ജീവിതം മാറാൻ പോകുന്നില്ല. ഇങ്ങനെ നിങ്ങൾ ദിവസവും നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക, നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിനോട് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുമോ? ഇല്ല. പക്ഷേ സ്വയം നമ്മളോട് തന്നെ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത്? നമ്മള് എനിക്ക് പറ്റില്ല, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്നിടത്തുനിന്ന് ഒന്ന് മാറി ചിന്തിക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റും, ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്ക് നേടാൻ പറ്റാത്ത ഒന്നുമില്ല, ഞാൻ വിജയിക്കും, ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിക്കാനായിട്ട് ശ്രമിക്കാം. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് നിങ്ങൾക്കറിയാം, പക്ഷെ നിങ്ങൾ ആക്ഷൻ എടുക്കുന്നില്ല. ഇതാണ് ഏറ്റവും ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്കറിയാം എന്താണ് എനിക്ക് വേണ്ടത്, എനിക്ക് അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്. നിങ്ങൾക്കറിയാം എക്സസൈസ് ചെയ്യണം, പൈസ സേവ് ചെയ്യണം, പുതിയ സ്കില്ലുകൾ പഠിക്കണം, ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറണം, പല കാര്യങ്ങളും അറിയാം. നമ്മുടെ അറിവ് മാത്രം ജീവിതം മാറ്റില്ല, അപ്ലൈഡ് നോളജ് ആണ് ജീവിതം മാറ്റുന്നത്. ഒരു പുസ്തകം വായിച്ചിട്ട് അതുകൊണ്ടൊന്ന് ഷെൽഫിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറില്ല, അല്ലെ മക്കളെ? അപ്പൊ നമ്മളൊരു മോട്ടിവേഷൻ വീഡിയോ കണ്ടിട്ട് അടുത്ത ദിവസം പിന്നെയും പഴയ പോലെ ശീലങ്ങൾ തുടരുകയാണെങ്കിൽ നമ്മുടെ ജീവിതം മാറില്ല. അപ്പൊ നമ്മൾ ചെറിയ ചെറിയ പോസിറ്റീവായിട്ടുള്ള ആക്ഷൻസ് എടുക്കുക. ആ ആക്ഷൻ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കും. ഞാനൊരു കഥ പറഞ്ഞുതരാം. ഒരു ലേഡി, അവർക്ക് വളരെ വർഷങ്ങളായിട്ട് അവർക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം. ഓരോ തവണയും അവർ തുടങ്ങും, പക്ഷേ മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കുന്ന ഒരു ശീലം അവർക്കുണ്ടായിരുന്നു. അവളോട് പറയുമായിരുന്നു, ഓ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, നിന്റെ ബിസിനസ് വിജയിക്കില്ല, ഈ പ്രായത്തിലൊക്കെ ഇപ്പം വേറെ പണിയൊന്നും ഇല്ലായിരുന്നു, നിനക്ക് സമയം കിട്ടുമോ, വീട്ടുജോലി ചെയ്യണം, കുട്ടികളുടെ കാര്യം നോക്കണം, ഇനി ഈ ബിസിനസ്സിനൊന്നും നിനക്ക് സമയം കിട്ടില്ല. അങ്ങനെ അവര് വളരെ എന്താ പറയാ ബുദ്ധിമുട്ടി ആ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയി. ഇടയ്ക്കിടയ്ക്ക് അവരെ നിർത്തും, ഇടയ്ക്കിടയ്ക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അവരുടെ ആ പഴയ ഡയറി അവർ തുറന്നു നോക്കുമ്പോ അവരുടെ ആ ഒരു പഴയ ആ ഡയറിക്കകത്ത് അവരെഴുതി വെച്ച ആ ഡ്രീം അവര് കണ്ടു. അവർ കുറച്ചുനേരം ആ പേജ് ഇങ്ങനെ നോക്കി നിന്നു. എന്നിട്ട് സ്വയം ചോദിച്ചു, ഞാൻ എത്ര കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ബിസിനസ് നല്ല രീതിയിൽ എനിക്ക് ഡെവലപ്പ് ആക്കണം എന്നുള്ളത്. പക്ഷേ ഞാനത് പ്രോപ്പറായിട്ട് ആക്ഷൻ എടുക്കുന്നുണ്ടോ? ഞാൻ പലപ്പോഴും പെർഫെക്റ്റ് ടൈമിനായിട്ട് കാത്തിരിക്കുകയാണ്. അവർ മെല്ലെ മെല്ലെ എന്ത് ചെയ്തു? ചെറിയ ചെറിയ ആക്ഷൻ എടുക്കാൻ തുടങ്ങി. ആ ദിവസം വലിയ റിസൾട്ടൊന്നും വന്നില്ല, ആദ്യത്തെ ആഴ്ചയിൽ വലിയ മാറ്റമൊന്നും വന്നില്ല. പക്ഷെ അവര് കൺസിസ്റ്റൻസിയോടെ നിർത്താതെ ആ ബിസിനസ് ചെയ്ത് അതിൽ സക്സസ്ഫുൾ ആയി. അതായത് അവർക്ക് അപ്പോഴേക്കും മനസ്സിലായിരുന്നു, ജീവിതത്തെ മാറ്റുന്നത് ഒരു വലിയ തീരുമാനമല്ല, ദിവസവും ആവർത്തിക്കുന്ന ചെറിയ ശീലങ്ങളാണ്. മക്കളെ, ഇന്നത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് ലിസ്റ്റ്. ഇപ്പൊ തന്നെ നിങ്ങൾ ബുക്ക് എടുത്തിട്ട് എഴുതുക. സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന 3 കാര്യങ്ങൾ എഴുതുക. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഓവർ തിങ്കിങ്, നെഗറ്റീവ് ആൾക്കാര്, നെഗറ്റീവ് സെൽഫ് ടോക്ക്, കമ്പാരിസൺ, പ്രൊക്രാസ്റ്റിനേഷൻ. ഇനി രണ്ടാമത്തെ കോളത്തിൽ സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യം. അപ്പൊ ഈ നെഗറ്റീവ് ശീലങ്ങൾക്ക് പകരം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന 3 കാര്യങ്ങൾ എഴുതുക. അതായത് ആക്ഷൻ എടുക്കും, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യും, പോസിറ്റീവ് സെൽഫ് ടോക്ക് പ്രാക്ടീസ് ചെയ്യും, റീഡിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. അപ്പോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യുക. പുതിയ പുതിയ ആക്ഷൻ എടുക്കാനായിട്ട് നിങ്ങൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കാം. മക്കളെ, ഇപ്പൊ തന്നെ എല്ലാവരും കമന്റിൽ രേഖപ്പെടുത്തും, എന്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു, എന്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു, എന്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. എല്ലാവരും കമന്റിൽ രേഖപ്പെടുത്തും. നമ്മൾ മനസ്സുകൊണ്ട് ആ ഒരു കമന്റ് എഴുതി കഴിയുമ്പോൾ തന്നെ നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് ആ ഒരു മെസ്സേജ് പോകും, എന്റെ ലൈഫിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. അപ്പൊ നമ്മുടെ ലൈഫിനെ നശിപ്പിക്കാനായിട്ട് മക്കളെ ചിലപ്പോൾ വലിയൊരു പ്രശ്നമൊന്നും ആവശ്യമില്ല. ചെറിയ ചെറിയ ശീലങ്ങൾ, അത് ദിവസങ്ങളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം നമ്മൾ ആവർത്തിക്കുമ്പോൾ അത് നമ്മുടെ ഒരു ലൈഫിന്റെ ഒരു പാർട്ടായി മാറും. അപ്പൊ അതുപോലെ തന്നെ ചെറിയ ചെറിയ നല്ല ശീലങ്ങൾ നമ്മൾ ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ ആവർത്തിക്കുമ്പോൾ അതും എന്ത് ചെയ്യും? നമ്മുടെ പുതിയ ജീവിതമായിട്ട് മാറാനായിട്ട് തുടങ്ങും, അല്ലെ? അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല നല്ല ആക്ഷൻസ് എടുക്കാനായിട്ട് തയ്യാറാവുക. ഒരിക്കലും ഞാൻ ഭാഗ്യമില്ലാത്ത വ്യക്തിയാണ്, മറ്റുള്ളവരാരും എന്നെ സ്നേഹിക്കുന്നില്ല, കെയർ തരുന്നില്ല, ഇങ്ങനെയുള്ള നെഗറ്റീവ് തിങ്കിങ് ഒഴിവാക്കിയിട്ട് നിങ്ങളോട് തന്നെ വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക.
അപ്പോ നമ്മുടെ ലൈഫിന്റെ ക്രിയേറ്റർ നമ്മളാണ് എന്നൊരിക്കലും മറന്നു പോകരുത്. ഓക്കെ, അപ്പോ നമ്മള് എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനായിട്ട് നിരന്തരം ശ്രമിക്കുക. എപ്പോഴും നല്ല പോസിറ്റീവ് ചിന്തകൾ വളർത്തിയെടുക്കുക, നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ടീച്ചർമ്മ അടുത്ത സിൽവർ ക്ലാസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. മക്കളെ, സെപ്റ്റംബർ 2-നാണ് നമ്മുടെ സിൽവർ ക്ലാസിന്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോഴത്തെ അപ്ഡേറ്റഡ് ക്ലാസ്സുകൾ സ്റ്റുഡൻസിന് ഒരുപാട് റിസൾട്ട് കൊടുക്കുന്ന ക്ലാസ്സുകളാണ്. അപ്പൊ ഇത് നമ്മുടെ ഒരു മാസത്തെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ക്ലാസ് ആണ്. മനസ്സിനകത്ത് കിടക്കുന്ന കണ്ടാമിനേഷൻസ് ഒക്കെ എടുത്തു കളഞ്ഞ് മനസ്സിനെ ക്ലിയർ ആക്കുന്ന പ്രാക്ടീസുകളാണ് നമ്മൾ ദിവസവും ചെയ്യുന്നത്. അപ്പോ നമുക്കിതിൽ ജോയിൻ ചെയ്യാനായിട്ട് 9567274997 എന്ന നമ്പറിൽ നിങ്ങൾ ഇപ്പൊ തന്നെ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക. അതുപോലെ എല്ലാ ദിവസവും നിങ്ങൾ നമ്മുടെ 365 ഡേയ്സ് വീഡിയോ കൃത്യമായിട്ട് കണ്ട് അതിൽ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് നല്ല സന്തോഷമായിട്ടിരിക്കുക. അപ്പൊ നാളത്തെ വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, ലവ് യു.